കേരളത്തിൽ MBBS പ്രവേശനം അനിശ്ചിതത്വത്തിൽ. ആദ്യ അലോട്ട്മെന്റ് പ്രകാരം ഈ മാസം 23-നും 28-നും ഇടയിൽ പ്രവേശനം നേടണം. എന്നാൽ ഈ 6 ദിവസത്തിനിടെ 2 ദിവസം മാത്രമാണ് ബാങ്ക് പ്രവൃത്തി ദിനം. കോളേജുകളിൽ ഫീസ് അടയ്ക്കാൻ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടും. സ്വകാര്യ മെഡിക്കൽ കോളേജുകളെയാണ് പ്രതിസന്ധി രൂക്ഷമായി ബാധിക്കുക. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഈ കുട്ടികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ കുട്ടികൾ വലയുമല്ലോ അല്ലേ? അരുൺകുമാർ, തീർച്ചയായും പുതുതായി MBBS പഠനത്തിന് എത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ എൻട്രൻസ് കമ്മീഷണർ ഇറക്കിയ വിജ്ഞാപന പ്രകാരം ഈ മാസം 22-ാം തീയതിയാണ് ആദ്യഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം 23 മുതൽ 28 വരെയുള്ള തീയതികളിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണം എന്നതാണ് പ്രധാനമായും അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ 23 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ 6 ദിവസം ബാങ്ക് അവധിയാണ്. 2 ദിവസം മാത്രമാണ് ബാങ്ക് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലാക്കും. കാരണം പുതുതായി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഈ പണം ഉൾപ്പെടെ പ്രവേശന സമയത്ത് അടയ്ക്കേണ്ടി വരും. അത് പ്രത്യേകിച്ച് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളെയാണ് സാരമായി ബാധിക്കുന്നത്. കാരണം വലിയ തുകയായിരിക്കും അവിടെ ആദ്യഘട്ട ഫീസായി അടയ്ക്കേണ്ടി വരിക. അത് ഓരോ കോളേജുകളും നിഷ്കർഷിക്കുന്ന രീതികളിലായിരിക്കും. ഒരു പ്രത്യേക ബാങ്കിൽ അടയ്ക്കാൻ ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ ചെല്ലാൻ ഉൾപ്പെടെയുള്ള രീതികളിൽ അടയ്ക്കാൻ പറഞ്ഞാൽ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ബാങ്ക് അവധിയായാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 24-ഉം 27-ഉം മാത്രമാണ് ബാങ്ക് പ്രവൃത്തി ദിനമായിട്ടുള്ളത്. ബാക്കി ദിവസങ്ങളിൽ ബാങ്ക് അവധിയാണ്. മറ്റൊരു പ്രതിസന്ധി ഈ 23 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ മെഡിക്കൽ കോളേജിലും ഈ സ്റ്റാഫുകൾ എത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഓണ അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളുടെ വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതുതായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ കൌൺസിലിംഗ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളെ ആ സമയത്ത് എത്തിക്കുക എന്നതും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സർക്കാർ തലത്തിൽ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ തേടിക്കൊണ്ടാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കത്ത് നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ദേശീയ മെഡിക്കൽ കമ്മീഷനാണ് ഈ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഷെഡ്യൂൾ നിശ്ചയിക്കുക. അതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ സംസ്ഥാന സർക്കാരിന് വരുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓണാവധി മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമല്ല എന്നിരിക്കെ കേരളത്തിൽ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു ആശങ്ക ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രത്തോളം ഈ ബാങ്കുകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഈ പ്രവേശന നടപടികൾക്ക് നിലനിൽക്കെ ഈ തീയതികൾ തന്നെ തീരുമാനിച്ചത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക അകറ്റണം, സർക്കാർ ഇടപെടണം എന്ന ആവശ്യമാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഇപ്പോൾ പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്.